ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓണസദ്യ സ്പെഷ്യൽ പരിപ്പായസമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നാളെ ഓണമൊക്കെ ആയിട്ട് നമ്മളിന്നൊരു പരിപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നാളെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. 1/2 കപ്പ് ചെറിയ പരിപ്പ് എടുക്കാം. കൂടാതെ 1/2 മുറി നാളികേരം ചിരകിയതിൻ്റെ 1-ാം പാലും 2-ാം പാലാക്കി മാറ്റി വെക്കാം. കൂടാതെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കാനായി ഇവിടെ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ പരിപ്പൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ചീനച്ചട്ടിയിലേക്ക് പരിപ്പ് മാറ്റിയതിന് ശേഷം അത് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിതൊന്ന് വറുത്തതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. ഇനി നമ്മുടെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന നമ്മുടെ ചെറിയ പരിപ്പ് ഞാനൊരു ഉരുളിലേക്ക് മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളമോട് ചേർക്കുന്നുണ്ട് ഞാനതിലേക്ക്. ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-ാം പാലിലാണ് ഞാനിവിടെ ചെറിയ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ പരിപ്പൊക്കെ ചെറുതായൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ചെറുതായൊന്നത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 1-ാം പാലൂടി ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി തിളയ്ക്കാൻ പാടില്ല. നമുക്കിനി ഇതൊന്ന് അടുപ്പൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഏലക്ക ഇട്ടിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ശേഷം ഞാൻ വേറൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കശുവണ്ടിയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പരിപ്പായസത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഞാൻ അതിലേക്ക് ചുക്കുപൊടിയും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കയും ജീരകവും കൂടി ഇതിനകത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഓണം സ്പെഷ്യൽ പരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും നാളെ ഓണത്തിന് ഇത് തന്നെ ഉണ്ടാക്കണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻസൊക്കെ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.